ഞാനിപ്പോൾ സംശയത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു, അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നി. നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ ഭർത്താക്കന്മാരെയും ഒന്ന് പഠിപ്പിക്കുമോ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന്? രാവിലെ എഴുന്നേറ്റ മുതൽ രാത്രി ഉറങ്ങും വരെ ഉറക്കിൽ പോലും എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന്. ചിലപ്പോഴൊക്കെ സെക്സ് റേപ്പാണ് നമ്മൾക്ക്. നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ട്. എവിടെ തൊടണമെന്ന് പോലും അറിയില്ല, എങ്ങനെ തൊടണമെന്ന് പോലും അറിഞ്ഞിട്ട് വേണ്ടേ. കട്ടിയുള്ള കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് മാറും. ചിലപ്പോൾ ദേഷ്യം കൊണ്ട് അഭിനയിച്ചു പെരുമാറി ഒഴിവാക്കും. കണ്ട എല്ലാ അശ്ലീല വീഡിയോസും കണ്ട് അതിലെ പോലെ കയറിഞ്ഞിറങ്ങും. എൻ്റെ മുടിയെ കുറ്റം പറഞ്ഞാണ് ആദ്യം തന്നെ തുടങ്ങുക. ഞാൻ ആഗ്രഹിക്കുക എൻ്റെ തലയിലൊന്ന് തലോടി എന്നെയൊന്ന് ലാളിച്ചെങ്കിലെന്ന്. എന്തിനാ ഈ ഇത്ര പ്രായ വ്യത്യാസത്തിൽ എല്ലാവരും കല്യാണം കഴിക്കുന്നത്? ഒരേ പ്രായക്കാരായിരുന്നെങ്കിൽ ഒരേ ചിന്തകളും തോന്നലുകളും ഉണ്ടാകുമായിരുന്നു. പെൺകുട്ടികളെയല്ല നേരത്തെ കല്യാണം കഴിപ്പിക്കേണ്ടത്, ആൺകുട്ടികളെയാണ്. അവരുടെ ചെറുപ്പം മാറും മുന്നേ ഒന്ന് മിണ്ടിയും പറഞ്ഞും ചിരിച്ചും കളിച്ചും എല്ലാം ഈസിയായി എടുത്ത് എല്ലാത്തിനും പരിഹാരമുണ്ട്, പേടിക്കേണ്ട എന്ന് പറയുന്ന ധൈര്യശാലിയായി നിൽക്കുന്ന പ്രായത്തിൽ, എല്ലാം കൂളായി എടുക്കുന്ന പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കണം. നമ്മുടെ ഇളം പ്രായത്തിൽ നമ്മളോട് പെരുമാറിയതൊന്നും നമ്മൾ മറക്കില്ല. പിന്നെ അതുപോലെയാ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതവും. നല്ലതായാലും മോശമായാലും നമ്മൾ മറക്കില്ല, ഓർത്തോർത്ത് കരയും. നല്ലതായി പെരുമാറിയത് ഓർത്തോർത്ത് സന്തോഷിക്കും. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായ മോശം അനുഭവം പിന്നീട് ജീവിതത്തിൽ മറ്റു സന്ദർഭങ്ങളിൽ തികട്ടി വരാറുണ്ടോ? അങ്ങനെ വളരെ ദീർഘമായി കുറേ വിഷയങ്ങളുള്ള ഒരു ഇങ്ങനെ തന്നെ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ തന്നെ വായിക്കണം എന്നാ പറയുന്നത്. ശരിക്കും ഇപ്പൊ എല്ലാവരും പരിഹാരമാണല്ലോ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പ്രസിദ്ധീകരിച്ചാൽ തന്നെ എന്ത് ചെയ്യും, മിക്കവാറും ആൺകുട്ടികൾ അപ്പോൾ പുരുഷന്മാർക്ക് കൺവിൻസ്ഡ് ആവുന്നതാണ്. കാരണം തൻ്റെ കൈകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു തലോടൽ ആഗ്രഹിക്കുന്ന എത്ര ഭാര്യമാരുണ്ട് ഇവിടെ. സ്നേഹത്തോടു കൂടെ ഒന്ന് തലോടാൻ ആഗ്രഹിക്കുന്ന, അത് അങ്ങനത്തെ ഒരു ആഗ്രഹം തൻ്റെ ഭാര്യക്കുണ്ട് എന്ന് ആ ഭാര്യമാർ പറയണില്ല. ഇത് അനേകായിരം ഭാര്യമാർക്ക് വേണ്ടി ഈ സഹോദരി പറയാണ്. പിന്നെ അവരുടെ ആ പദപ്രയോഗങ്ങളൊക്കെ സത്യമാണ്. അതായത് ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഈ പോൺ സൈറ്റുകൾ കാണുക, അല്ലെങ്കിൽ അങ്ങാടി കൂടി നടന്ന എല്ലാ പെണ്ണുങ്ങളെയും കാണുക, എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, വികാരങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ കാഴ്ചയിൽ കഴിയും. പിന്നെ ഇതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാണ്, ഇവരുടെ ഒരു മനസ്സോ സാഹചര്യമോ അല്ലെങ്കിൽ ഇവരെ ഒരു ഇത്തരം വൈകാരികമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള സ്നേഹപ്രകടനങ്ങളോ അതിൻ്റെ മുഖദ്ദിമാത്തുകളോ ഒന്നുമില്ലാതെ എന്ത് ചെയ്യുക, അവർ പറയുന്ന ഓരോ പദപ്രയോഗങ്ങളും അതാണ്. അതൊരു റേപ്പന്നെയാണ് ശരിക്കും. അവരുടെ ആ സമ്മതവും അവസ്ഥയൊന്നും നോക്കാതെയുള്ള കൈകാര്യകർത്തൃത്വങ്ങൾ എത്ര ഭയാനകമാണ്. പിന്നെ ഒരു പെണ്ണിനെ എങ്ങനെ സഹിക്കാൻ പറ്റും മറ്റൊരു സ്ത്രീയോട്, മറ്റൊരു സ്ത്രീയെ കണ്ട് ആസ്വദിക്കുന്നത്, ഒരു ഫിലിം ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് നോക്കുക, എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഒരിക്കലും സഹിക്കാൻ പറ്റും. അപ്പോൾ എത്ര വലിയ പീഡനങ്ങളാണ് ഇവരൊക്കെ ചെയ്യണത്. അതേമാതിരി തന്നെ ഇവർ തൊടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പിന്നെ അതിലൊരു ദയയില്ലാതെ, അത് പല പുരുഷന്മാർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. അവർക്ക് അതിലൊരു പ്രശ്നമല്ല, ഇത് വേദനിപ്പിക്കാൻ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യാണ്, അശ്രദ്ധമായും വളരെ പരുക്കമായും പിടിച്ച് എന്ത് ചെയ്യുക, വേദനിപ്പിക്കുക. അപ്പം അതൊക്കെ സഹിച്ചു പോകുന്ന പിന്നെ കമൻറ്റുകൾ എന്ത് ചെയ്യാണ്, പിന്നെ ഏതൊരു സ്ത്രീയും അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവളുടെ വസ്ത്രത്തെക്കുറിച്ചും അവളുടെ മുടിയെക്കുറിച്ചും അവളുടെ പുരികത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആരാ പറയേണ്ടത്? ഭർത്താവല്ലേ പറയേണ്ടത്. കണ്ട നാട്ടിലെല്ലോ പെണ്ണുങ്ങളെ ഭംഗിയും പറയാനും അവർക്ക് മെസ്സേജ് അയക്കാനും അവരുടെ സൗന്ദര്യം പുകഴ്ത്താനും അങ്ങനെയാണ് എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ വീഴ്ത്തുന്നത്. അവിടെ അവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഐഡിയകളും അറിയാം. പക്ഷെ സ്വന്തം ഭാര്യയിൽ ഇതിൻ്റെ ചെറിയൊരു കാര്യം പോലും പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഇങ്ങനെ ഭർത്താവ് ഉണ്ടായിട്ടും നീറിക്കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. പിന്നെ ആ സഹോദരി പറയണത് ഏജ് വ്യത്യാസം കൊണ്ടാണെന്ന്. അതൊന്നല്ല, അതൊക്കെ വെറുതെ തോന്നുന്നു. ഏജിന്റെ വ്യത്യാസങ്ങളൊന്നും ഇതിലെന്തില്ല. പതിവ് എൻ്റെ മനസ്സറിയണമെങ്കിൽ എൻ്റെ സെയിം ഏജ് വേണം എന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവിടെ അങ്ങനത്തെ വിവാഹിതരുള്ളത്? 25 വയസ്സായ സ്ത്രീയെ കല്യാണം കഴിക്കുന്നവരാരാണുള്ളത്? ഇനി ആരെങ്കിലും അത് സമ്മതിക്കോ? വിവാഹം കഴിഞ്ഞവർ ഇങ്ങനെ പറയുന്നു എന്നല്ലാതെ വിവാഹം കഴിക്കുന്ന സമയത്ത് അവൻ 22 വയസ്സ് എനിക്കും 22 വയസ്സ് അംഗീകരിക്കോ? ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് അവന് 18 വയസ്സായ ഒരു കുട്ടി വന്ന് കല്യാണം കഴിക്കുന്നത് അതില്ല. അത് വെറുതെ വിവാഹം കഴിയുമ്പോൾ തനിക്ക് വന്ന വിഷമങ്ങൾക്കൊക്കെ കാരണം തൻ്റെ മനസ്സിലാക്കാത്ത മനസ്സിലാവാൻ എന്ത് ചെയ്യേണ്ട വയസ്സിൻ്റെ പ്രശ്നം അതിലില്ല.
അത് ഒരു പ്രയാസം, അതൊക്കെ അവരുടെ വിഷമം കൊണ്ട് അവർ ചിന്തിച്ചു പോകുന്ന കാര്യമാണ്. എന്തായിരുന്നാലും ഇത്തരം സ്ത്രീകളുടെ വേദനകൾ ഇതിലേതായാലും ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ, അത് വളരെ ശ്രദ്ധിച്ചിട്ട് അവരുടെ പെരുമാറണം എന്നൊരു വലിയ മെസ്സേജാണ് ആ ചോദ്യത്തിലുള്ളത്.